എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുടെ പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അത് അനുസരിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അതേ രൂപത്തിൽ തന്നെ ഇതിനെ നമുക്ക് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കിയേ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇവിടെ നമുക്കറിയാം എ ഇൻറ്റു ബി അല്ലേ. അപ്പോൾ എ ഇൻറ്റു ബി എത്രയാണ് എടുക്കുന്നത്? 180 അല്ലേ. പിന്നെ എ പ്ലസ് ബി എത്രയാണ്? 27 അല്ലേ. 27 എ പ്ലസ് ബി അപ്പോൾ ഈസ് ഈക്വൽ ടു 27. ഇനി നമുക്ക് എയും ബിയും കിട്ടണമല്ലോ അല്ലേ. ഇനി എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി അല്ലേ, ഈ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ എയും ബിയും കിട്ടണമെങ്കിൽ നമുക്കറിയാം രണ്ട് സംഖ്യയിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 180 കിട്ടണം, അവർ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 27 കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചും കൂടി ചെറിയ അക്കങ്ങളായിരുന്നു, അതുകൊണ്ട് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 180 കിട്ടണം അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അവ തമ്മിൽ ആഡ് ചെയ്താൽ കൂട്ടിക്കഴിഞ്ഞാൽ 27 കിട്ടണം. ഈ സംഖ്യകൾ തന്നെ കണ്ടുപിടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നേരം തന്നെ കുറേ പോയി കിട്ടും അല്ലേ. അപ്പോൾ ഇത്തരം കേസുകൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ നോക്കിയേ, എ പ്ലസ് ബി രണ്ട് എയും ബിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 27 കിട്ടണം, എയും ബിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 180 കിട്ടണം അല്ലേ. ഇവിടെ നമുക്ക് എ പ്ലസ് ബിയും എ മൈനസ് ബി കിട്ടിയിരുന്നെങ്കിൽ ശ്രദ്ധിക്കുക, എ പ്ലസ് ബി നമുക്ക് കിട്ടിയിട്ടുണ്ട്, എ മൈനസ് ബി നമുക്ക് അറിയാമായിരുന്നുവെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. എ പ്ലസ് ബി അറിയാം, എ മൈനസ് ബി അറിയാഞ്ഞാൽ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എ മൈനസ് ബി എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിനെന്ത് വേണം? നാം മുമ്പ് 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഇക്വേഷൻ അല്ലേ, അത് ഓർമ്മയുണ്ടാവില്ലായിരിക്കും. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab അല്ലേ. ഇതിന്റെ ശരിക്കുള്ള ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നാം ഈ ഇക്വേഷൻ കൊണ്ടുവന്നത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനാണ് നമുക്ക് ഇവിടെ ആവശ്യം വരെ. എന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഇതിൽ നിന്ന് നമുക്ക് എ മൈനസ് ബി കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ. ഇപ്പം നോക്കിയേ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 27 അല്ലേ. അപ്പോൾ എ പ്ലസ് ബിക്ക് പകരം നമ്മൾ 27 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബിയുടെ സ്ക്വയർ, അപ്പോൾ 27ന്റെ സ്ക്വയർ മൈനസ് 4ab 4 ഇൻറ്റു എബിയുടെ വാല്യൂ നമുക്കറിയാം 180 കണ്ടില്ലേ. അപ്പോൾ 4 ഇൻറ്റു 180. ഇനി എന്ത് കിട്ടും നമുക്ക്? 27ന്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ 27ന്റെ സ്ക്വയർ എന്ന് കണ്ടു നോക്കിയേ, 729 അല്ലേ. അപ്പോൾ 729 ഗുണിച്ചു നോക്കാം, 27 27 ഗുണിച്ചു നോക്കാം. അപ്പോൾ 729 കിട്ടി, മൈനസ് 4 ഇൻറ്റു 180 അല്ലേ. 4 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ 720 കിട്ടി, സീക്വൽ ടു 9. ഇവിടെ നോക്കിയാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ 9. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്ത് കിട്ടും? എ മൈനസ് ബി സീക്വൽ ടു √9 അല്ലേ. √9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. അപ്പോൾ നാം ഇതെന്തിനാണ് ഈ ചെയ്തത്? എ മൈനസ് ബിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നാം ഈ കളിയൊക്കെ കളിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ എ പ്ലസ് ബി അറിയാം, എ മൈനസ് ബി അറിയാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എയും ബി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ എ മൈനസ് ബി നമുക്ക് കിട്ടി 3. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം എ മൈനസ് ബി √9 അല്ലേ. √9 പറഞ്ഞാൽ 3 ആവാം, അതല്ലെങ്കിൽ -3 ആവാം അല്ലേ. രണ്ട് വാല്യൂ വരും. കാരണം എന്താ? -3 ഇൻറ്റു -3 9 തന്നെയാണ്, 3 ഇൻറ്റു 3 9 തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എ മൈനസ് ബിക്ക് രണ്ട് വാല്യൂ കിട്ടി, 3 കിട്ടി, -3 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ എയും ബിയും കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം എ മൈനസ് ബിയുടെ വാല്യൂ 3 ആണെന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എ മൈനസ് ബി അത് 3 ആക്കി എടുത്തു കഴിഞ്ഞാൽ 3 എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ പ്ലസ് ബിയുടെ വാല്യൂ നമുക്കറിയാം 27 അല്ലേ. എ പ്ലസ് ബി സീക്വൽ ടു 27 അത് നമുക്കറിയാം. ഇനി എ മൈനസ് ബിയുടെ വാല്യൂ നമുക്ക് 3 കൊടുക്കാം. എ മൈനസ് ബി സീക്വൽ ടു 3. നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലേ. എയും 2a. ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത ചിഹ്നങ്ങളാണ്, ക്യാൻസലായിപ്പോയി. സീക്വൽ ടു 27 3 30 അല്ലേ. അതിൽ നിന്ന് എയുടെ വാല്യൂ എത്ര കിട്ടി? 30/2 സീക്വൽ ടു 15. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി, 15 കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ നമ്മൾ എ കൊടുക്കുക അല്ലേ. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി സീക്വൽ ടു 27 ആണ്. അതിൽ എയുടെ വാല്യൂ കിട്ടി 15. അപ്പോൾ 15 പ്ലസ് ബി സീക്വൽ ടു 27. അങ്ങനെയാണെങ്കിൽ ബി എത്ര കിട്ടും? ബി സീക്വൽ ടു 27 - 15 അല്ലേ.
-15 = എത്ര വന്നു? 12 അല്ലേ? 12 കിട്ടി. ഇപ്പൊ നമുക്ക് നോക്കിയാൽ എ എത്ര കിട്ടി? എ നമുക്ക് 15 കിട്ടി, ബി നമുക്ക് 12 കിട്ടി അല്ലെ? രണ്ട് വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു ചാൻസ് കൂടി ഉണ്ടല്ലോ, എ മൈനസ് ബി. ഇവിടെ 3 ആണ് നമ്മൾ എടുത്തത് അല്ലെ? ഇനി -3 ആണെങ്കിലോ? എ മൈനസ് ബി -3 ആണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കാണാം. എ പ്ലസ് ബി എത്രയാണ്? 27. ഇനി എ മൈനസ് ബിയോ? -3 എടുക്കുന്നു. -3 അല്ലേ? നമുക്ക് രണ്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 3 ഇട്ട് ചെയ്തു, ഇനി അടുത്ത് -3 ഇട്ട് ചെയ്യാണ്. ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2a അല്ലേ? 2a = 27 - 3 അല്ലേ? അപ്പോൾ എന്ത് വരും? 24. വ്യത്യസ്ത ചിഹ്നങ്ങളായതുകൊണ്ട് 20 കുറച്ചിട്ട് വലിയതിൻ്റെ ചിഹ്നം അല്ലേ? 24 കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? a = 24/2 = 12 അല്ലേ? ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ആഡ് വാല്യൂ കൊടുത്താൽ നമുക്ക് ബി കിട്ടും അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? a + b = 27. ഇനി എക്ക് പകരം 12 കൊടുക്കുക. 12 + b = 27. b = 27 - 12 = 15. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എക്ക് 12 കിട്ടി, ബിക്ക് 15 കിട്ടി അല്ലേ? ഇവിടെയാണെങ്കിലോ എക്ക് 15 കിട്ടി, ബിക്ക് 12 കിട്ടി അല്ലേ? അതായത് രണ്ടും സെയിം തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നുള്ളൂ. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. നമുക്ക് വേഗം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? എയും ബിയും കിട്ടിയില്ലേ? അതായത് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് എ 15 ഇൻറ്റു എക്സ് പ്ലസ് 12 ബി അല്ലേ? അതല്ലെങ്കിൽ എന്ത് എഴുതാം? ഈ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 12 × 15 അല്ലേ? രണ്ടും സെയിം തന്നെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതി? എക്സ് പ്ലസ് 15 ഇൻറ്റു എക്സ് പ്ലസ് 12. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിലാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 197 ഒരു 2-3 ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? x² + 30x + 221 അല്ലേ? അപ്പൊ ഇവിടെ നോക്കി ഇനി പെട്ടെന്ന് പഠിച്ച് ചെയ്യാലോ. എ ബി അല്ലെ? എ ബിയുടെ സ്ഥാനത്ത് ഏതാ എടുക്കുന്നത്? എ ബി = 221 അല്ലെ? ഇനി a + b = 30 അല്ലെ? നമ്മൾ ചെയ്തതാണ് 30. ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി എന്ത് വേണം? നമുക്കറിയാം രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 221 കൂട്ടുമ്പോൾ 30 കണ്ടുപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പഴയ ഇക്വേഷനിലേക്ക് പോവാം അല്ലെ? കഴിഞ്ഞ ചോദ്യം നമ്മൾ ചെയ്തു. ഏതാണ് നമ്മുടെ ഇക്വേഷൻ? a - b (² അല്ലെ? = എന്താണ്? a + b (² - 4ab അല്ലെ? അപ്പൊ ഇക്വേഷൻ എപ്പോഴും നമുക്ക് ആവശ്യം വരും. ഇത് എപ്പോഴും നല്ല ഓർമ്മ വേണം. ഓക്കെ, ഇത് എന്താണ് ചെയ്യുന്നത്? നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? a - bയുടെ വാല്യൂ കിട്ടാൻ. a - bയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ a + b അറിയാം, നമുക്ക് പെട്ടെന്ന് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, a - b കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാൽ a - b (² a + b (²) a + bയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 30. അപ്പൊ 30² മൈനസ് 4ab 4 ഇൻറ്റു a ബിയുടെ വാല്യൂ നമുക്കറിയാം 221 ഉണ്ടല്ലോ. അപ്പൊ 30ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 9, ഒരു 0 ആണെങ്കിൽ 2 0 ഇട്ടു, മൈനസ് 4 ഇൻറ്റു 221 അല്ലെ? എത്ര കിട്ടും? 884 അല്ലെ? 884. ഓക്കെ, അപ്പൊ 900 നിന്ന് 884 കുറച്ച് എത്ര കിട്ടും? 16 16. അപ്പൊ a - b (² 16). അങ്ങനെയാണെങ്കിൽ a - b എത്ര കിട്ടും നമുക്ക്? റൂട്ട് അല്ലെ? റൂട്ട് 16 = 4 അല്ലെ? 4 × 4 16. പക്ഷെ ഇവിടെ വേറെ കാര്യം കൂടി എന്ത് വരും? 4 വരാം, അല്ലെങ്കിൽ -4 വരാം അല്ലെ? അപ്പൊ രണ്ട് ചാൻസ് ഉണ്ട്, 4 ഓർ -4. അപ്പൊ a - ബിയുടെ വാല്യൂ കിട്ടി, നമുക്ക് a + b അറിയാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കാണാൻ പോകണം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം a - b 4 ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ആദ്യം നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ a - b 4 ആണെങ്കിൽ ഓക്കെ, എന്ത് വരും? a + b 30 തന്നെ അല്ലെ? a + b = 30. a - b നമുക്ക് എന്ത് കൊടുക്കാം? a - b 4 ആണെങ്കിൽ അല്ലെ? ഇനി നമുക്ക് അടുത്ത് -4 ഇട്ട് ചെയ്ത് നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ 4 ഇട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? എയുടെ അല്ലെ? എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇപ്പൊ തമ്മിൽ ആഡ് ചെയ്താൽ a + a എന്ത് കിട്ടും? 2a അല്ലെ? 2a = ഇത് എന്തായി? ക്യാൻസൽ ആയി പോയില്ലേ? +b - b ക്യാൻസൽ ആയി പോകും അല്ലെ? കൂട്ടുമ്പോൾ ഇനി 30 + 4 34. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 34/2 = 17 അല്ലെ? അപ്പൊ എയുടെ വാല്യൂ കിട്ടി. ഇനി ഇതിൽ എന്ത് ചെയ്യണം? എയുടെ വാല്യൂ കൊടുക്കാം. അപ്പൊ a + b = 13 അല്ലെ? അതിൽ നമുക്ക് എയുടെ വാല്യൂ
17 പ്ലസ് ബി സീക്വൽ ടു 30. ബി സീക്വൽ ടു വരും 30 മൈനസ് 17 അല്ലേ, സീക്വൽ ടു 13. അപ്പോൾ ഇവിടെ നോക്കിയാൽ എയുടെ വാല്യൂ കിട്ടി 17, ബിയുടെ വാല്യൂ കിട്ടി 13. ഇനി നമുക്ക് നോക്കിയാൽ എ മൈനസ് ബിയുടെ വാല്യൂ നമുക്ക് -4 കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം -4 കൊടുത്ത് എന്ത് സംഭവിക്കും നോക്കാം. എന്ത് വരും? എ പ്ലസ് ബി 30 തന്നെ. എ മൈനസ് ബി എന്തായിരിക്കും? നെഗറ്റീവ്. ഇവിടെ പോസിറ്റീവ് 4 പകരം -4 അല്ലേ. ഇനി നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? എ പ്ലസ് എ 2a. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ആയിപ്പോയി അല്ലേ, നെഗറ്റീവും പോസിറ്റീവും ക്യാൻസലായി. ഇനി 30ഉം -4 കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 26 അല്ലേ. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു 26/2 ഈക്വൽ ടു 30. ഓക്കെ, ഇനി ഇക്വേഷനിൽ നോക്കിയാൽ എ പ്ലസ് ബി ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ എ പ്ലസ് ബി ഈക്വൽ ടു 30. ഇനി എയുടെ വാല്യൂ 13 ആണ്. 13 പ്ലസ് ബി ഈക്വൽ ടു 30. അങ്ങനെയാണ് ബി എന്ത് വരും? 30. ഈ 13 അങ്ങോട്ട് പോകുമ്പോൾ -13 ഈക്വൽ ടു 17 അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് എയുടെ വാല്യൂ 13 കിട്ടി, ബിയുടെ വാല്യൂ 17 കിട്ടി. ഇവിടെ നേരെ തിരിച്ച് എയുടെ വാല്യൂ 17ഉം ബിയുടെ വാല്യൂ 13 അല്ലേ. അതായത് നമുക്ക് എയും ബിയും കിട്ടി അല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ x² പ്ലസ് 30x പ്ലസ് 221. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? x പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി അല്ലേ. അതായത് എക്സ് പ്ലസ് 17 ഇൻറ്റു എക്സ് പ്ലസ് 13 അല്ലേ. അല്ലെങ്കിൽ തിരിച്ചിടാണെങ്കിലോ എക്സ് പ്ലസ് 13 ഇൻറ്റു എക്സ് പ്ലസ് 17 അല്ലേ. എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, x² പ്ലസ് 4x മൈനസ് 221 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഗുണിച്ച് കഴിഞ്ഞാൽ -221 കിട്ടണം. അതായത് എ ബി സിക്കൽ -221 അല്ലേ. ഇനി എ പ്ലസ് ബിയോ 4 അല്ലേ, 4. അപ്പോൾ ഇത് സംഖ്യകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷനിലേക്ക് പോയിട്ട് എ മൈനസ് ബിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നോക്കിയേ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab ഈക്വൽ ടു എ പ്ലസ് ബി അല്ലെ. എ പ്ലസ് ബി എത്രയാണ്? 4. അപ്പോൾ 4 സ്ക്വയർ മൈനസ് 4ab 4 ഇൻറ്റു എ ബി -221. ചിഹ്നം എപ്പോഴും ശ്രദ്ധിക്കണം. ഈക്വൽ ടു 4 അല്ലെ. 4ന്റെ സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു 4 16. ഇനി ശ്രദ്ധിക്കുക, -4 ഇൻറ്റു -221 അല്ലെ പ്ലസ്. ഇനി 4 ഇൻറ്റു 221 എത്ര കിട്ടും? 884 അല്ലെ. 884. ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 900 അല്ലെ. 900 കിട്ടി. അപ്പൊ എ മൈനസ് ബി ഹോൾ സ്ക്വയർ 900. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്തായിരിക്കും? √900 അല്ലെ. അപ്പൊ രണ്ട് ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ചാൻസ്? ഒന്ന് 30 അല്ലെ, ഇതിന്റെ റൂട്ട് 30, അതല്ലെങ്കിൽ -30. ഓക്കെ, അപ്പൊ നമുക്ക് എ മൈനസ് ബിക്ക് രണ്ട് വാല്യൂ കിട്ടി, 30ഉം -30ഉം അല്ലെ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എ മൈനസ് ബി 30 ആണെങ്കിൽ അല്ലെ, എ മൈനസ് ബി 30 ആണെങ്കിൽ എന്താ കിട്ടും നോക്കാം. നമുക്ക് എ പ്ലസ് ബി എത്രയാണ്? 4 എ മൈനസ് ബി 30 അല്ലെ. ഇനി തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? രണ്ടും എയും എയും 2a. ഇത് ക്യാൻസൽ ആയി പോയി. 30 + 4 34. അതിനാണെങ്കിൽ എന്ത് വരും? 34/2 ഈക്വൽ ടു എന്ത് കിട്ടും? 17. ഇനി എ 17 അല്ലേ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആഡ് വാല്യൂ കൊടുക്കാം. അപ്പൊ എ പ്ലസ് ബി ഈക്വൽ ടു 4 അല്ലെ. അതിൽ ആഡ് വാല്യൂ 17. അപ്പൊ 17 + ബി ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു വരും 4. ഈ 17 അങ്ങോട്ട് പോകുമ്പോൾ -17 അല്ലെ. അപ്പൊ എത്ര കിട്ടും? -13 അല്ലെ. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ കിട്ടി 17, ബിയുടെ വാല്യൂ കിട്ടി -13. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ മൈനസ് ബി 13 ആണെങ്കിൽ -30 ഓക്കെ, എന്ത് കിട്ടും നോക്കിയാൽ? എ പ്ലസ് ബി ഈക്വൽ ടു 4 എ മൈനസ് ബി ഈക്വൽ ടു -30. ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2a. ഇത് ആഡ് ചെയ്യുമ്പോൾ 0 ആയിപ്പോയി. ഈക്വൽ ടു 30 -30 + 4 അല്ലേ. എത്ര കിട്ടും? -26
അങ്ങനെയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു വരും -26/2 അല്ലേ? അപ്പോൾ മൈനസ് ബൈ പ്ലസ്, അപ്പം എന്ത് വരും? -26/2 13. എയുടെ വാല്യൂ കിട്ടി -13. ഇനി ഇക്വേഷൻ നോക്കിയാൽ എ പ്ലസ് ബി ഈക്വൽ ടു 4 ആണ്. അത് നമുക്ക് എയുടെ വാല്യൂ -13, അപ്പം -13 പ്ലസ് ബി ഈക്വൽ ടു 4. അതിനാണെങ്കിൽ ബി ഈക്വൽ ടു വരും 4. ഈ -13 അങ്ങോട്ട് പോകുമ്പോൾ +13. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 17 കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ നോക്കിയാൽ -13 17. ഇവിടെ 17 -13 അല്ലേ? അതായത് എക്കും ബിക്കും വാല്യൂ അങ്ങോട്ട് മാറി അല്ലേ? വേറെ ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയും ബിയും കിട്ടിയാലോ. ഇനി x² + 4x - 221 നമുക്ക് എങ്ങനെ എഴുതാം? x + 17 ഇൻറ്റു x - 13 അല്ലേ? ഇനി ഇത് എഴുതാണെങ്കിൽ x - 13 ഇൻറ്റു x + 17 അല്ലേ? രണ്ടും സെയിം തന്നെ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത കൂടി ഒന്ന് ചെയ്ത് നോക്കാം. x² + x - 156 അല്ലേ? അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ എ ബി എത്രയാണ്? -156 അല്ലേ? ഇനി a + b യോ? a + b എത്രയാണ്? 1 അല്ലേ? 1x, ഒരു x ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 1 അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ -156 കിട്ടണം. അവർ വ്യത്യാസം 1 കിട്ടണം. കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ഉടനെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഇക്വേഷൻ തന്നെ എടുക്കാം. a - b ² = a + b² - 4ab അല്ലേ? ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഈ a - bയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? a + b² a + വെച്ചാൽ 1, അപ്പോൾ 1ന്റെ സ്ക്വയർ -4ab 4 ഇൻറ്റു എബിയുടെ വാല്യൂ -156 ഈക്വൽ ടു 1ന്റെ സ്ക്വയർ 1 തന്നെ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ? 4 ഇൻറ്റു 156 ഒന്ന് ഗുണിച്ച് നോക്കാം. 624. അപ്പോൾ എന്ത് കിട്ടി? a - b² ഈക്വൽ ടു എന്ത് കിട്ടി? 624 + 1 625. അങ്ങനെയാണെങ്കിൽ a - b എന്തോ റൂട്ട് അല്ലേ? റൂട്ട് 625 എത്രയാണ്? നമുക്കറിയാം 25 അല്ലേ? 25. അപ്പോൾ 25 ആവാം, അല്ലെങ്കിൽ -25 ആവാം അല്ലേ? രണ്ട് ചാൻസ്. ഇനി നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ a - b 25 ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? a + b ഈക്വൽ ടു 1, a - b എത്രയായിരിക്കും? 25. അങ്ങനെയാണെങ്കിൽ 2a അല്ലേ? 2a ഇത് ക്യാൻസലായി പോയി. ഈക്വൽ ടു 25ഉം 1ഉം 26. അങ്ങനെയാണെങ്കിൽ a ഈക്വൽ ടു 26/2 ഈക്വൽ ടു 30. ഇനി a 13 ആണെങ്കിൽ അല്ലേ? a + b ഇവിടെ കൊടുക്കാം. a + b ഈക്വൽ ടു 1, a 13 അല്ലേ? 13 + b ഈക്വൽ ടു 1. അങ്ങനെയാണ് b ഈക്വൽ ടു എന്ത് വരും? 1. ഈ 13 അങ്ങോട്ട് പോകുമ്പോൾ -13. അപ്പോൾ എത്ര കിട്ടി? -12. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി നമുക്കിവിടെ 13 കിട്ടി. ബിയുടെ വാല്യൂ -12. ഇനി a - b -25 ആണെങ്കിലോ എന്ത് സംഭവിക്കും? a + b ഈക്വൽ ടു 1 തന്നെ, a - b -25 അല്ലേ? ആഡ് ചെയ്യുമ്പോൾ 2a ഇത് ക്യാൻസൽ ആയിപ്പോയി. ആഡ് ചെയ്യുമ്പോൾ അല്ലേ? വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. ഈക്വൽ ടു ഇപ്പോൾ തമ്മിൽ കൂട്ടുമ്പോഴോ -24. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? -24/2 ഈക്വൽ ടു -12 അല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ ഹരിക്കുമ്പോൾ നെഗറ്റീവ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കൊടുത്തു നോക്കാം. a + b ഈക്വൽ ടു 1, എയുടെ വാല്യൂ -12 പ്ലസ് b അല്ലേ? ഈക്വൽ ടു 1. b എന്ത് വരും? 1. ഇതങ്ങോട്ട് പോകുമ്പോൾ +12 ഈക്വൽ ടു എന്ത് കിട്ടും? 13. ഇവിടെ നോക്കിയേ, ഇവിടെ എക്ക് 13, ബിക്ക് -12. ഇവിടെ എക്ക് -12, ബിക്ക് 13 അല്ലേ? അപ്പോൾ രണ്ടിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് x² + x - 156 എങ്ങനെ എഴുതാം? നമുക്ക് x + 13 ഇൻറ്റു x - 12 അല്ലേ? അല്ലെങ്കിൽ ഈ വാല്യൂ കൊടുത്താൽ ഞാൻ എന്ത് വരും? x - 12 ഇൻറ്റു x + 13. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നാം എന്ത് ചെയ്യുക?
രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുക. അപ്പം ഇങ്ങനെ ചെയ്യാൻ എന്താ കാരണം, നമുക്ക് ഈ സംഖ്യകൾ കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഈ മാർക്ക് ഉപയോഗിച്ചത്. അതല്ലെങ്കിൽ നമുക്ക് കൂട്ടിയാൽ ഇത്ര, അവ തമ്മിൽ ഗുണിച്ചാൽ ഇത്ര അല്ലേ, അപ്പം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. മനസ്സിലായല്ലോ. ഇനി നമുക്കിതിലെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.